പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 13-ാം തീയതി 200-ലധികം ഫൈറ്റർ ജെറ്റുകളുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അതിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെയും കബളിപ്പിച്ച് ടെൽ അവീവിൽ വൻ ആക്രമണം നടത്തുകയുണ്ടായി. അതിന് മറുപടിയായി ഇസ്രായേൽ ഇറാനെയും ഇറാൻ ഇസ്രായേലിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതാണ് ഇന്ന് നമ്മൾ പശ്ചിമേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ ഫലമായി രണ്ട് രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇറാന് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇറാനിൽ ധാരാളം ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുമാരും അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസേഴ്സും കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇസ്രായേൽ ഇറാനിൽ ഉന്നം വെച്ചതാകട്ടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ തകർക്കുന്നതിലേക്ക് വേണ്ടിയാണ്. ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ വരെ ആക്രമിച്ച വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1945 അമേരിക്ക ജപ്പാൻ്റെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വർഷിച്ചപ്പോഴാണ് ലോകരാജ്യങ്ങൾക്ക് ന്യൂക്ലിയർ എനർജിയുടെ ശക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. യഥാർത്ഥത്തിൽ അന്നു മുതലാണ് എല്ലാ ലോകരാജ്യങ്ങളും ഒരു ന്യൂക്ലിയർ റൈസിൽ പങ്കെടുക്കുന്നത്. ആദ്യം അമേരിക്ക, രണ്ടാമത് റഷ്യ, മൂന്നാമത് UK, നാലാമത് ഫ്രാൻസ്, അഞ്ചാമത് ചൈന. ഈ 5 രാജ്യങ്ങളാണ് ലോകത്തിൽ ആദ്യമായി ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമാക്കിയ ഈ 5 രാജ്യം. ഈ 5 രാജ്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ രാജ്യമായിരുന്നു ചൈന. ചൈന ന്യൂക്ലിയർ വെപ്പൺ സ്വന്തമാക്കുന്നത് 1964-ലാണ്. ഈ 5 രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് സ്വന്തമാക്കുന്നത് വരെ ഒരു ലോകരാജ്യങ്ങളും ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ചിലും ഒരു വാക്ക് പോലും മിണ്ടിയിരുന്നില്ല. പക്ഷേ അതിനുശേഷമുള്ള സ്ഥിതിവിശേഷങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. 1967-ലായപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പ് ഒരു ഉടമ്പടി എല്ലാവരും കൂടെ വെക്കുകയായിരുന്നു. ആ ഉടമ്പടിയുടെ പേരാണ് NPT അല്ലെങ്കിൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. എന്താണ് നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രാജ്യം 1967 മുമ്പ് ന്യൂക്ലിയർ ശക്തിയായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങൾക്ക് തൽസ്ഥിതി അതേപോലെ തുടരാം. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന എന്നീ രാജ്യങ്ങൾക്ക് അവരുടെ തൽസ്ഥിതി അതേപോലെ തുടരാം. ഇനി ഒരു രാജ്യത്തിന് ആണവ ശക്തിയായിട്ട് മാറാൻ സാധിക്കില്ല. കാരണം ഇനി ഏതെങ്കിലും രാജ്യം ന്യൂക്ലിയർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസർച്ച് നടത്തുന്നുണ്ടെങ്കിൽ അവർ സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ റിസർച്ച് നടത്താവൂ. വെപ്പൺസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർച്ച് നടത്താൻ പാടില്ല എന്നുള്ളതായിരുന്നു നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ പറഞ്ഞിരുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടിയിൽ ഇന്ത്യ സൈൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 1979 മുമ്പ് പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ഇറാൻ NPTയിൽ സൈൻ ചെയ്യുന്നത് കാണാൻ സാധിക്കും. NPTയിൽ ആകെ 191 രാജ്യങ്ങൾ സൈൻ ചെയ്തപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഇസ്രായേൽ, പിന്നീട് നോർത്ത് കൊറിയ ആദ്യം സൈൻ ചെയ്യുകയും 2003 അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. ഇത്രയും രാജ്യങ്ങളാണ് അതിൽ സൈൻ ചെയ്യാതിരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ പറയുന്നതിനനുസരിച്ച് അതിൽ സൈൻ ചെയ്തിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി IAEAയുടെ ഓഡിറ്റിന് വിധേയമാകേണ്ടതുണ്ട്. അങ്ങനെ 2005 ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഇറാനിൽ നടത്തിയ ഓഡിറ്റ് അനുസരിച്ച് ഇറാൻ 3 മുതൽ 5% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. ഈ 3 മുതൽ 5% യുറേനിയം സമ്പുഷ്ടീകരണം മതിയാകും സാധാരണ ഒരു ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിപ്പിക്കുന്നതിലേക്ക് വേണ്ടി. എന്നാൽ 2010 IAEAയുടെ കണക്കനുസരിച്ച് ഇറാൻ 19.5% യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ആറ്റം ബോംബ് ഉണ്ടാക്കേണ്ട ആവശ്യത്തിനുള്ള യുറേനിയം അവർക്ക് സമ്പുഷ്ടീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് പാശ്ചാത്യ ലോകത്തിന് മനസ്സിലായി. അങ്ങനെ 2010 പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഇറാനുമേൽ ഉപരോധം ഏർപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1979 മുമ്പ് ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളുമായി വൻ അടുപ്പത്തിലായിരുന്നെങ്കിലും 1979 ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുകയായിരുന്നു. 1979 മുതൽ ഇറാനിൽ വന്ന പുതിയ ഭരണകൂടം പാശ്ചാത്യ ശക്തികളെ അകറ്റി നിർത്തുന്നത് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും പാശ്ചാത്യ ശക്തികളുമായിട്ട് ഏറ്റവും അടുപ്പുള്ള ഇസ്രായേലിനെയും ഇറാൻ അകറ്റി നിർത്തുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിൽ ധാരാളം വിഷയങ്ങളിൽ കൊമ്പ് കോർക്കുന്നതും കാണാം. അങ്ങനെ ആ സംഘർഷാവസ്ഥ വലുതായി തുടങ്ങിയപ്പോൾ ഇറാനും ഒരു ന്യൂക്ലിയർ ശക്തിയായിട്ട് മാറേണ്ട ആവശ്യകതയെക്കുറിച്ച്
ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ 2015 അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സന്ധിയിൽ ഏർപ്പെടുകയാണ്. അതിന് പറയുന്ന പേരാണ് JCPOA, ജോയിൻറ്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഫോർ ആക്ഷൻ എന്നായിരുന്നു അതിൻ്റെ പൂർണ്ണരൂപം. അതിൽ P5+1 എന്നുള്ള കൺട്രീസാണ് ഉണ്ടായിരുന്നത്. P5 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ്, ചൈന. +1 എന്നറിയപ്പെടുന്നത് ജർമ്മനിയാണ്. ഈ 6 രാജ്യങ്ങളുമായിട്ട് ഇറാൻ ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇറാൻ ഈ 19.5% യുറേനിയം എൻറിച്ച്മെൻറ്റിൽ നിന്നും അത് 3.5% കുറയ്ക്കും. അതുപോലെ തന്നെ IAEAയുടെ ഓഡിറ്റിന് അവർ വിധേയമാകുകയും ചെയ്യും എന്നുള്ളതായിരുന്നു. പകരം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് ഓഫർ ചെയ്തതാകട്ടെ ഇതുവരെയുള്ള എല്ലാ ഉപരോധങ്ങളും എടുത്ത് മാറ്റും എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇറാൻ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുകയായിരുന്നു. എന്നാൽ 2018 അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും ഇറാൻ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇപ്പോഴത്തെ ഒടുവിലത്തെ കണക്കുകൾ വരുമ്പോൾ ഇറാൻ ഇപ്പോൾ ഓൾറെഡി 60% യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. ഇനി ഏകദേശം 1-2 വർഷങ്ങൾ മതിയാകും അവർക്ക് ആണവ ആയുധം നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് അടുത്ത ഒരു ഉടമ്പടി സൈൻ ചെയ്യുന്നതിലേക്ക് വേണ്ടി മുന്നോട്ട് വരികയായിരുന്നു. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ അമേരിക്കയും ഇറാനും ആരംഭിക്കുകയുമുണ്ടായി. 60 ദിവസത്തെ സമയമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരുന്നത്. ആ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും മുന്നിൽ വെച്ച കാര്യം ഇതായിരുന്നു: ഇനി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കേണ്ട, പകരം ഇറാൻ ആവശ്യമായിട്ടുള്ള യുറേനിയം ഞങ്ങൾ തരും എന്നുള്ളതായിരുന്നു ഈ ഉടമ്പടിയിൽ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരു കാര്യം. എന്നാൽ ആ ഒരു കാര്യത്തിന് ഇറാന് വലിയ ഒരു എതിർപ്പുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 5 ചർച്ചകൾ നടക്കുകയുണ്ടായി. 6ാമത്തെ ചർച്ച ജൂൺ മാസം 15 നടത്താൻ വേണ്ടി ഇരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ജൂൺ മാസം 12 ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പുതിയൊരു റെസൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറാൻ ഓൾറെഡി നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു റെസൊല്യൂഷനാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെ ആക്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ആക്രമണമാണ് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ പശ്ചിമ ഏഷ്യയെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.